SEO മരിച്ചു എന്ന് ഒരുപാട് ആളുകൾ പറയുന്നു. ഈ CNBC ആണെന്ന് തോന്നുന്നു ഒരു ന്യൂസ് കൊണ്ടുവന്നു. അതായത് SEO മരിച്ചു, അതുകൊണ്ട് ബിസിനസ്സുകാർക്കെല്ലാം വലിയ നഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ ന്യൂസ് കൊണ്ടുവന്നു. സോഷ്യൽ മീഡിയ മൊത്തമായിട്ട് അത് യഥാർത്ഥത്തിൽ ആഘോഷിക്കുകയായിരുന്നു ഒരുപാട് കാലം. പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പോലും അത് ഷെയർ ചെയ്തിരുന്നു. SEOയിലുള്ളവർ മാത്രമല്ല, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലുള്ളവരും ബിസിനസ്സുകാരും ഒക്കെ ആ വീഡിയോ കാണുകയുണ്ടായി. അപ്പോൾ ഒരു പാനിക് അവസ്ഥ അതിനകത്തുണ്ട്. ഇപ്പോൾ പല ആളുകളും പല കമൻറ്റുകളിലും അത് പറയുന്നുണ്ട് SEO മരിച്ചു എന്നുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ SEO യഥാർത്ഥത്തിൽ മരിച്ചോ? ഞാനും അത് കണ്ടിരുന്നു. യഥാർത്ഥത്തിൽ ഒരു നാഷണൽ മീഡിയയിലാണ് വന്നത്, ഒരു ഇംഗ്ലീഷ് ന്യൂസ് കണ്ടിരുന്നു. SEO മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മ്യൂസിക്കൊക്കെ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ റീലായിട്ട് പല സ്ഥലങ്ങളിലും ഒക്കെ വന്നിരുന്നു. ആ കാലഘട്ടത്തിൽ എല്ലാവരും നമുക്ക് പരിചയമുള്ള SEO പഠിക്കുന്നവരും SEO ചെയ്യുന്നവരും ബിസിനസ് ഓണേഴ്സും SEO ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളും, അതായത് SEO എന്ന് അറിയാവുന്ന ചില ആളുകൾ, ഇവരെല്ലാം ഷെയർ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഹിന്ദിക്കാരൊക്കെയാണ് കൂടുതലായിട്ട് അത് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലും അത് വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെട്ടിരുന്നു. ആ കാലഘട്ടത്തിൽ പലരും നമ്മളോട് ചോദിച്ചിരുന്നു SEO മരിച്ചു, ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ. ഇവിടെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ SEO എന്ന് പറയുന്നത് അങ്ങനെ മരിച്ചു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ സെർച്ച് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആളുകൾ എങ്ങനെയാണ് വിവരങ്ങൾ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആളുകൾ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്, ഇതൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഈ മനുഷ്യൻ അതിൻ്റെ ഈ ആദ്യ കാലഘട്ടങ്ങളിൽ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്തുകൊണ്ടിരുന്നത്, അറിവുള്ള മറ്റാളുകളോട് ചോദിക്കും. ഇപ്പോഴും നമ്മൾ അങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു നല്ലൊരു ഫുഡ് സ്പോട്ട് കണ്ടു, ആ ലൊക്കേഷനൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. പക്ഷെ നമ്മൾ അവിടത്തേക്ക് പോകുന്ന സമയത്തും നമ്മൾ ഗൂഗിൾ മാപ്പിനോട് ചോദിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇനി ഗൂഗിൾ മാപ്പ് ഇല്ലെന്ന് തന്നെ വിചാരിക്കാം, നമുക്ക് ഏകദേശമൊക്കെ ഐഡിയ ഉണ്ട്, പക്ഷെ ഒരു സ്ഥലത്തെത്തി, അപ്പോൾ 2 വഴി പോകുന്നു. ഈ സമയത്ത് നമുക്ക് ചോദിക്കണ്ടേ? അപ്പോൾ നമ്മൾ ചോദിച്ചാണ് പല സ്ഥലങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ചോദിക്കുക, അല്ലെങ്കിൽ അന്വേഷിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റിസർച്ച് ചെയ്യുക, ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പണ്ട് മുതലേ ഉണ്ട്. ഇൻഫർമേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമല്ല, മനുഷ്യൻ അവൻ്റെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പല രീതിയിൽ സെർച്ചുകൾ ചെയ്തിരുന്നു. അപ്പോൾ ഈ സെർച്ചൊക്കെ എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നതെന്ന് വെച്ചാൽ, ആദ്യ കാലഘട്ടങ്ങളിൽ ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ച് വെച്ച, അല്ലെങ്കിൽ ഇൻഫർമേഷനൊക്കെ രേഖപ്പെടുത്തി വെച്ച സ്ഥലങ്ങളുണ്ട്. അത് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗുഹാചിത്രങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആളുകൾ ആവശ്യം വരുന്ന സമയത്ത് അത് പോയിട്ട് അന്വേഷിക്കുക, അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ നോക്കി പിന്നെ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ലൈബ്രറികളൊക്കെ വന്ന സമയത്ത് വലിയ രീതിയിലേക്ക് ഈ ബുക്കുകളൊക്കെ അടുക്കി വെക്കാൻ തുടങ്ങിയ ഒരു സമയം, ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്ക് യഥാർത്ഥത്തിൽ ആളുകൾ വിവരങ്ങൾ അന്വേഷിച്ചിട്ട് ലൈബ്രറി അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ ലൈബ്രറിയിലേക്ക് പോയിട്ട് ബുക്കുകൾ എടുത്തിട്ട് അതിനകത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമ്മളുടെ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ അവിടെ നിന്ന് കിട്ടുമോ എന്നൊക്കെ അന്വേഷിക്കുന്ന ആളുകളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അറിവുള്ള ആളുകളോട്, ഓരോ വിഷയത്തിലും അറിവുള്ള ആളുകളോട് ചോദിക്കും. ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ മുതിർന്ന ആളുകളോട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനെപ്പറ്റി എക്സ്പീരിയൻസ് ഉള്ള ആളുകളോട് ചോദിക്കും. ഇപ്പോൾ കൃഷിക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് കൃഷി ഇറക്കുന്ന സമയത്ത് നല്ല വിത്തുകൾ എവിടെ കിട്ടുമെന്ന് കൃഷി ഓഫീസർമാരോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോടോ, പണ്ട് കാലത്താണെങ്കിൽ കൃഷി ഓഫീസർമാരില്ലെന്നായിരിക്കാം, അപ്പോൾ പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്ത് വന്നിരുന്ന മുതിർന്ന ആളുകളോട് അവർ ചോദിക്കും. അപ്പം അങ്ങനെ ചോദിച്ചിട്ടാണ് പല ഇൻഫർമേഷൻസും കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ കാലം പിന്നെ ഒരുപാട് മാറി. കാലം മാറിയ സമയത്ത് ഈ പറഞ്ഞ പോലെ എല്ലാം ഇൻ്റർനെറ്റിൽ ഡാറ്റകൾ അവൈലബിൾ ആയിട്ട് വന്നു. ഈ ഡാറ്റ ഇൻ്റർനെറ്റ് ഇത്രയും അവൈലബിൾ ആയിട്ട് വരുന്ന സമയത്ത്, ഡാറ്റകൾ മാത്രമല്ല ഒരുപാട് ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിട്ട് വരുമ്പോൾ നമ്മുടെ സെർച്ചിൻ്റെ രീതി മാറി. നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ആ സെർച്ച് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്, നമുക്ക് വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുണ്ട്, റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, എല്ലാത്തിനും വേണ്ടി നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സെർച്ച് ഒരു ദിവസം ഇല്ലാതാവില്ല. ഈ ആളുകൾ പലപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, SEO മരിച്ചു എന്ന് പറയുമ്പോൾ ഗൂഗിളിൻ്റെ ഒരു ഡൊമിനൻസി ഇല്ലാതായി പോകുന്നു എന്നുള്ളതിനാണ് SEO മരിച്ചു എന്നുള്ള രീതിയിൽ അവർ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അതായത് SEO ഈസ് ഈക്വൽ ടു ഗൂഗിൾ എന്ന് കണക്കാക്കപ്പെട്ടതുകൊണ്ടാണ്. അത് ഒരു പരിധിവരെ സത്യമാണ് കേട്ടോ. കാരണം SEO എന്ന് പറയുമ്പോൾ ഗൂഗിൾ തന്നെ ആയിരുന്നു. കാരണം ഈ ഓൺലൈൻ ഗ്രാവിറ്റിയെ കുറിച്ചിട്ട് ബുക്ക് എഴുതിയ പോൾ മക്കാർത്തനി പറയുന്നുണ്ട്, അതായത് ലോകത്തിൽ ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഈ ഇന്റർനെറ്റിൽ ഏറ്റവും ഗ്രാവിറ്റി ഉള്ള ഒരു സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഗൂഗിളാണ്. അതുകൊണ്ടാണ് ഗൂഗിൾ അതിൻ്റെ ഒരു ആധിപത്യം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗൂഗിളിൽ നിന്ന് സെർച്ച് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിന് SEO മരിച്ചു എന്ന് പല ആളുകളും പറയുന്നത്. പിന്നെ SEO മരിച്ചു എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേ ആയി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2017 മറ്റോ ഞാനൊരു നോർത്ത് ഇന്ത്യൻ ഗ്രൂപ്പിൽ ഒരാളെ ശക്തമായിട്ട് ഇതിനു വേണ്ടി വാദിക്കുന്നത് കണ്ടു, അതായത് SEO മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പിന്നീട് ഈ പറയുന്ന കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഷ്ടംപോലെ ബിസിനസ്സുകൾ SEO ഉപയോഗിച്ചിട്ട് വലിയ ഈ പറഞ്ഞ പോലെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നത് നമ്മുടെ കൺമുന്നിൽ തന്നെ കണ്ടതാണ്. ഈ പറയുന്ന ആളുകൾ, ഈ പറഞ്ഞ എല്ലാ ആളുകളും പല കാര്യങ്ങൾക്കും വേണ്ടി സെർച്ച് ഉപയോഗിച്ചുകൊണ്ടേ വരുന്നുണ്ട്. അപ്പോൾ സെർച്ച് ഏത് കാലത്തോളം ഉണ്ടാവുമോ അത് മനുഷ്യനുള്ളിടത്തോളം കാലം ഉണ്ടാവും. അല്ലെങ്കിൽ മനുഷ്യന് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഈ നമ്മൾ ഇലോൺ മസ്ക് ഒക്കെ ഈ പറഞ്ഞ പോലെ വിഭാവനം ചെയ്യുന്ന എന്തെങ്കിലും ന്യൂറോ
ചിപ്പുകളൊക്കെ നമ്മുടെ തലച്ചോറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഉത്തരം പറയുന്ന രീതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഞാൻ വെറുതെ ഇങ്ങനെ എന്താ പറയുക വിഭാവനം ചെയ്യാണ് കേട്ടോ, ഒരു ഡ്രീം അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ സെർച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കില്ല, അല്ലെങ്കിൽ ഒരു ടൂൾ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കില്ല, അല്ലെങ്കിൽ പുറത്താരോടും ചോദിക്കാനായിട്ട് ശ്രമിക്കില്ല. ആ സമയത്ത് ഒരു പക്ഷേ സെർച്ച് ഇല്ലാതായി പോയേക്കാം. അല്ലാതെ ഒരിക്കലും സെർച്ച് എന്ന് പറയുന്നൊരു സംഭവം ഇല്ലാതാവാനായിട്ട് പോകുന്നില്ല. അത് മാത്രമല്ല, ആളുകൾ ഇൻഫർമേഷൻ ഇപ്പോഴും കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഇൻ്റർനെറ്റിലുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ടാണ്. അത് ഗൂഗിൾ എന്നുള്ളത് മാറിയിട്ട് ഒരുപക്ഷെ പെർപ്ലക്സിറ്റി ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ChatGPT ആവാം, അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾക്ക് കോമറ്റ് എന്ന് പറഞ്ഞിട്ട് പെർപ്ലക്സിറ്റി തന്നെ ബ്രൗസർ വന്നു, ആ ബ്രൗസർ ഉപയോഗിച്ചിട്ടാവാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്രോക്ക്, ഇങ്ങനെയുള്ള പുതിയ പുതിയ സെർച്ച് എഞ്ചിൻസ് വഴിയാവാം. ഇനി വാട്സാപ്പിലേക്കോ അല്ലെങ്കിൽ മെറ്റയുടെ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിലേക്കോ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് വന്നേക്കാം. ഇനി അതുമല്ല മാറിയിട്ട് ഇനിയിപ്പോൾ നമ്മുടെ കാർ ആക്സസറീസ് ഉണ്ട്, നമ്മുടെ പിന്നെ ഉപയോഗിക്കുന്ന വാച്ചുകളിൽ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഒരുപക്ഷെ സെർച്ച് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി വന്നേക്കാം. അപ്പോൾ അതൊരു പക്ഷേ അവരുടെ തന്നെ ഇൻബിൽട്ട് ആയിരിക്കാം. ഏത് പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നത്, ഈവൻ സാംസങ് ആണ് ഉണ്ടാക്കുന്നത്, സാംസങ്ങിൻ്റെ തന്നെ ഒരു സെർച്ച് എഞ്ചിൻ വന്നേക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ തന്നെ ഒരു സെർച്ച് എഞ്ചിൻ വന്നേക്കാം. അപ്പോൾ ആ രീതിയിലേക്ക് സെർച്ച് ഡൈവേഴ്സിഫൈ ചെയ്ത് പോകുന്നു എന്നല്ലാതെ സെർച്ച് ഒരിക്കലും മരിക്കുന്നില്ല. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.